ശരിക്കും ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്ത് പോസ്റ്റ് ചെയ്യണം എന്ന് ഓർത്തത്. പക്ഷേ നേരത്തെ എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള എൻ്റെ ഒരു ആഗ്രഹം കാരണം ഞാനൊരു മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്ത് ആദ്യമേ പോസ്റ്റ് ചെയ്തു. എന്നാലും ഞാനിത് ഒന്നുകൂടെ ചെയ്യുകയാണ്. കാരണം ഞങ്ങളുടെ ഈ യാത്ര തഞ്ചാവൂരേക്കാണ്. ആദ്യം എറണാകുളത്ത് നിന്ന് കയറിയത് ഞാനും നീതുമായിരുന്നു. പിന്നീട് എടപ്പള്ളിയിൽ നിന്നാണ് നീമയും കയറി. അങ്ങനെ ഞങ്ങളെ യാത്ര തുടർന്നു. കാരക്കൽ ട്രെയിനിനാണ് പോയത്. ഏകദേശം 10:30 ട്രെയിൻ. ഞങ്ങൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങളവിടെ എത്തി. രാവിലത്തെ ഫുഡ് ഞങ്ങളപ്പോൾ റൂം എടുക്കാനുള്ളവരൊന്നുമില്ല, വൺ ഡേ ആയിരുന്നു. അപ്പോൾ രാവിലത്തെ ഫുഡ് ഞങ്ങൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ എന്നെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്കായത് കാരണം എനിക്കുള്ള ഫുഡും കൂടി അവരാണ് നോക്കി വാങ്ങിച്ചത്. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. കാരണം നമുക്കധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ല അവിടെ ചെന്ന് പിന്നെ ഫുഡ് കഴിച്ച് രാവിലെ അത്രയും ടൈം പോകാനില്ല. ഞാനവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു നിന്നു. എനിക്ക് നല്ല കോൾഡ് ഉണ്ടായിരുന്നു, ത്രോട്ടിന് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് മാറുന്നുണ്ട്, എന്താണെന്നറിയില്ല. കുറച്ച് ദിവസമായി അങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും ഫോട്ടോ എടുക്കുന്നതിനോടുള്ള ഭയങ്കര ക്രേസായത് കാരണം എൻ്റെ ഫോണിൻ്റെയും നീതുവിൻ്റെ ഫോണിൻ്റെയൊക്കെ മെമ്മറിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുക ഫോട്ടോ ഒക്കെ എടുത്ത്. ഇതൊക്കെ ഞാൻ ഇന്ന് നിങ്ങളെയൊക്കെ കാണിച്ച് തീർക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയില്ല, അതുപോലെ ഫോട്ടോസ് എടുത്തു. പിന്നെ അവർ ചായ മേടിക്കാനായിട്ട് കയറിയതാണ്. ചായ മേടിക്കാനായിട്ട് 2 പേരും കൂടി നിന്നു. അപ്പം ഞാനും ഇപ്പോൾ ചായയൊക്കെ കുടിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഫുഡിങ് സ്റ്റൈലൊക്കെ മാറ്റി. അത് കാരണമാണ് ഞാൻ തടിച്ചാനക്കുട്ടിയായിട്ടിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം തൊട്ട് വേണം പയ്യൊന്ന് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഒന്ന് സ്ലിം ആവാൻ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചു വന്നു. ഞങ്ങൾ പിന്നെ അന്നേരം ആ സമയത്തൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ പൊങ്കലാണ് കഴിച്ചത്, നീമ ഇഡലി, നീതു വടയാണ് കഴിച്ചത്. എനിക്ക് കേരള ഫുഡിനേക്കാളും ഇഷ്ടം തമിഴ്നാട് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് എനിക്ക് കൂടുതലിഷ്ടം. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഇഡ്ഡലി കുഴപ്പമില്ലായിരുന്നു. പിന്നെ സമൂസ നീതു വാങ്ങിച്ചതിന് കുറച്ച് ഹാർഡായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുറന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എത്തിയെന്ന് തോന്നുന്നു. പിന്നെ ആ സൈഡിലുള്ള പൂക്കളുടെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാട്ടോ ഞാൻ ആ വീഡിയോ എടുത്ത്. അങ്ങനെ വഴിനീളെ ഈ ഒരു ചെടി ഉണ്ടായിരുന്നു. അത് വള്ളിച്ചെടിയാണെന്ന് തോന്നുന്നു. ചില സ്ഥലത്ത് അത് നല്ല ഡാർക്ക് കളറായിരിക്കും, ചില സ്ഥലത്ത് ലൈറ്റ് കളറായിരുന്നു. എനിക്ക് എന്തായാലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ സൗണ്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ യാത്ര തുറന്നു. പിന്നെ ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇതിൽ. വേറെ ആരെയും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എനിക്ക് വയ്യാത്ത കാരണം ഞാൻ ചെന്ന് കിടന്ന് നന്നായിട്ട് ഉറങ്ങിയായിരുന്നു ട്രെയിനിൽ. ഞാൻ ഓൾറെഡി ടാബ്ലറ്റ് കഴിച്ചിട്ടായിരുന്നു കയറിയത്. ത്രോട്ട് ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്, സൗണ്ട് പോകുന്നുണ്ട്. എങ്ങനെ അവിടെ നിന്ന് കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ കാലാവസ്ഥയുടെ ആയിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു, പോസ്റ്റ് ചെയ്യാനായിട്ട് വീഡിയോസൊക്കെ എടുത്ത്. നീതുവിൻ്റെ ഫോട്ടോസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ തഞ്ചാവൂരെത്തി. അവിടെ നിന്ന് നടന്ന് പോകുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ എന്ത് കാണാൻ എങ്ങനെ കാണാനാണ് പോകുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നടക്കണേ, ആർക്കും ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഞങ്ങളുടെ കാരക്കൽ ട്രെയിനിനോട് ടാറ്റ പറഞ്ഞു. ഞങ്ങളെ കൊണ്ടുവന്ന ട്രെയിനാണ്. ആ ട്രെയിനിനോട് തൽക്കാലം ടാറ്റ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി ഫ്രഷ് ആവാനായിട്ട് നിന്നു. അവിടെ ഒരാൾക്ക് ഫ്രഷ് ആവണതിന് 5 രൂപ. ഇതാണ് ഗസ്റ്റ് റൂം. ഇവിടെ ഞങ്ങൾ 3 പേർക്കും കൂടി 90 രൂപയായി. കാരണം അവിടെ ഞങ്ങൾ ഫ്രഷ് ആവാനുള്ള റൂം എടുത്തതിന് ശേഷം ഞാനിവിടെ വന്നിരുന്നു. അവർ പോയി കുളിച്ചിട്ട് വന്നു. ഞാൻ പെട്ടെന്നെല്ലാം റെഡിയാവുന്ന കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞാൻ ബാഗ് നോക്കിയിരിക്കാമെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂറിനകത്തേക്ക് എങ്ങാണ്ട് 30 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു.